മോർണിംഗ്. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആണോ? യെസ്. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് അല്ലെ? അതിലെ ജനറൽ സേഫ്റ്റി മെഷേഴ്സ്, ജനറൽ സേഫ്റ്റി മെഷേഴ്സ് 3-4 പോയിന്റ്സ് ആയിട്ട് നമ്മൾ 5 പോയിന്റ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ? എന്തായിരുന്നു ഒന്നാമത്തേല് പറഞ്ഞത്? ജനറൽ സേഫ്റ്റി മെഷേഴ്സില് all laboratory personnel should have a knowledge of laboratory safety policy and procedure and act in accordance with these all times. എന്താ, എല്ലാ ലാബോറട്ടറിയിലും പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫുകൾ അല്ലെ? എന്തിനെ കുറിച്ച് നോളജ് ആയിരിക്കണം? ലാബിലെ സേഫ്റ്റി പോളിസി പ്രൊസീജിയർ ഇതിനെ കുറിച്ചുള്ള നോളജ് എല്ലാ ലബോറട്ടറി സ്റ്റാഫിനും ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് വേണം? അതനുസരിച്ച് തന്നെ അവര് എല്ലാ സമയത്തും അതിനനുസൃതമായി തന്നെ പ്രവർത്തിക്കണം. ഓക്കെ, എല്ലാ ലബോറട്ടറി പേഴ്സണൽസിനും ലാബിലെ സേഫ്റ്റി പോളിസി ആൻഡ് പ്രൊസീജിയർ ഇതിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. എല്ലാ സമയത്തും അവര് ആ പോളിസി പ്രൊസീജിയർ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. രണ്ടാമത്തെ പോയിന്റില് ലബോറട്ടറിയില് നമ്മള് എന്താണ് ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ? അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് ലാബില് തയ്യാറാക്കിയിരിക്കണം. ഏതൊക്കെയാണ് ഡേഞ്ചറസ് മെറ്റീരിയൽ? അതിന്റെ ഒരു ലിസ്റ്റ് ലാബില് ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കണം. അടുത്ത നോക്കിയേ, ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച് ടു ദ സിങ്ക്. അല്ലെ? അവിടെ ഐ വാഷ് ഫെസിലിറ്റി വേണം. അതെങ്ങനെയായിരിക്കണം? സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ സിങ്കിനോട് ചേർന്നോ കണ്ണുകൾ കഴുകാനുള്ള ആ സൗകര്യം വേണം. നാലാമത്തെ പോയിന്റിൽ എന്താ? ബയോ ഹസാർഡ് സിംബൽ ഷുഡ് ബി യൂസ്ഡ് ഓൺ ഓൾ കണ്ടെയ്നേഴ്സ് ഓർ എക്യുപ്മെന്റ്സ് ദാറ്റ് കണ്ടെയ്ൻ ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽ. അപ്പോ ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽസ് അതുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇതിലൊക്കെ എന്താ? ബയോ ഹസാർഡ് സിംബൽ ഉപയോഗിക്കണം. നമ്മൾ ബയോ ഹസാർഡ്സ് ആണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ബയോ ഹസാർഡ് സിംബൽ ഉപയോഗിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്. ഓക്കെ, 4 പോയിന്റ്സ് ആണോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? അഞ്ചാമത്തെ പോയിന്റ് കൂടി പറഞ്ഞായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലുള്ളൊരു 3 പറഞ്ഞുള്ളൂ. ഓക്കെ, ഐ വാഷ് ഫെസിലിറ്റി വരെയേ പറഞ്ഞുള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഐ വാഷ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. എങ്ങനെ? ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? അറ്റാച്ച്ഡ് ടു ദ സിങ്ക്, സിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്ത നോക്കിയ 4th പോയിന്റ്, ബയോ ഹസാർഡ് സിംബൽ ഷുഡ് ബി യൂസ്ഡ്. എന്തുപയോഗിക്കണം? ബയോ ഹസാർഡ് സിംബൽ ഉപയോഗിക്കണം. ഹസാർഡ്സ് ആണ്, നമുക്ക് ദോഷകരമാണ് എന്നുള്ള ആ ഒരു സിംബല് ഉപയോഗിക്കണം. എവിടെ? യൂസ്ഡ് all containers or equipments that contain biodangerous material. Biodangerous materials ഉള്ള എല്ലാ കണ്ടെയ്നേഴ്സില് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സില് എന്ത്? ബയോഹസാർഡ് സിംബലുകൾ ഉപയോഗിക്കണം. ബയോഹസാർഡ്സ് ആണ് എന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ കണ്ടെയ്നേഴ്സിന്റെ ഒക്കെ പുറത്തായിട്ട് ബയോഹസാർഡ് സിംബലുകൾ ഉപയോഗിക്കണം. ഇനി അടുത്ത പോയിന്റ് നോക്കിയാൽ, ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിങ് ഫയർ. ഇനി അവിടെ എന്തെങ്കിലും ഫയർ ഡേഞ്ചർ ഒക്കെ വരികയാണെങ്കിൽ, എമർജൻസി ആയിട്ട് എല്ലാ തീപിടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്താണ്? ആ ലബോറട്ടറിയിലെ എല്ലാ സ്റ്റാഫും നല്ല പൂർണ്ണമായിട്ട് ട്രെയിനിങ് കിട്ടിയിരിക്കണം. എന്തിന്? ഇൻ മാനേജിങ് ഫയേഴ്സ്. ചാപ്റ്റർ 3rd ചാപ്റ്റർ കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളില് 3rd ചാപ്റ്റർ ആണ് ലബോറട്ടറി. പേജ് നമ്പർ ഇവിടെ ഷെയർ ചെയ്ത് തന്നായിരുന്നല്ലോ നിങ്ങൾക്ക്. എത്ര? 22 ആണോ? ഓക്കെ, പേജ് നമ്പർ 22. ലബോറട്ടറി സർവീസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ അടുത്ത എന്താ, അപ്പൊ ഫയർ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ട്രെയിനിങ് എല്ലാ ലബോറട്ടറി സ്റ്റാഫിനും ഉണ്ടായിരിക്കണം. ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിങ് ഫയർ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ട്രെയിനിങ് എല്ലാ ലബോറട്ടറി സ്റ്റാഫിനും ഉണ്ടായിരിക്കണം. And non-fire emergencies like large spillage, gas leakage, etc. അതുപോലെ നോൺ ഫയർ എമർജൻസി, പിന്നെ അതുപോലെ വാതക ചോർച്ചകള്, ലാർജ് സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ്, ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം, അതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ട്രെയിനിങ് എല്ലാ ലബോറട്ടറി പേഴ്സണൽസിനും ലഭ്യമായിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയേ, and fire extinguishers should be quickly available in the laboratory. മതിയായിട്ടുള്ള ആവശ്യത്തിനുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് അത് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കണം ലബോറട്ടറിയിൽ. ഇപ്പൊ തീപിടുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങള് അതെല്ലാം എളുപ്പത്തില് ലാബില് ലഭ്യമായിരിക്കണം. അഗ്നിശമന ഉപകരണങ്ങൾ കേട്ടാ, നമ്മള് ഫയർ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ, അതായത് അതിനെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള അഗ്നിശമന ഉപകരണങ്ങളൊക്കെ വേഗത്തില് ലാബില് ലഭ്യമായിരിക്കണം. അടുത്ത നോക്കിയേ, ആക്സിഡന്റ് or incident or injuries, record of laboratory personnel should be kept and intimated to the distinguished authority. ഇനി നോക്കിയ ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ, ഇൻസിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ്, പരിക്കുകള്, ഇത് എങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ റെക്കോർഡ് ലബോറട്ടറി പേഴ്സണൽസ് സൂക്ഷിക്കണം. ലാബില് അതിന്റെ ഒരു റെക്കോർഡ് വേണം, കീപ്പ് ചെയ്യണം. And intimated to the designated authority. ഇനി എന്ത് ചെയ്യണം, അത് ഇന്റിമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അറിയിക്കുക, അത് അതിനോട് ബന്ധപ്പെട്ട നിയുക്ത അതോറിറ്റിയെ അത് അറിയിക്കണം. And intimated to the designated authority, അറിയിക്കുക. Intimated to the designated authority, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതോറിറ്റിയെ അറിയിക്കണം. Accident or incident or injuries, record of laboratory personnel should be kept and intimated to the designated authority. അതിനോട് ബന്ധപ്പെട്ട അതോറിറ്റിയെ അത് അറിയിക്കുകയും വേണം. ആക്സിഡന്റ്, ഇൻസിഡന്റ്, ഇഞ്ചുറീസ് റെക്കോർഡ് ലാബില് അവിടെ ലബോറട്ടറിയിലെ സ്റ്റാഫ് കീപ്പ് ചെയ്യണം. അത് അതിന് നിയുക്തമായിട്ടുള്ള അതോറിറ്റിയെ ആ ഒരു റെക്കോർഡ് അത് കാര്യങ്ങൾ അത് അറിയിക്കുകയും വേണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡു നോട്ട് ചൂ ഗം, ഡ്രിങ്ക്, സ്മോക്ക് ഓർ ഈറ്റ് while working in the lab. കണ്ടോ, എന്താ നമ്മള് ലാബില് വർക്ക് ചെയ്യുമ്പോൾ നമ്മള് എന്തെങ്കിലും എന്താ ചവയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കാനോ, സ്മോക്ക് പുകവലിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ ഒന്നും പാടില്ല. ആ ലാബില് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വായിലിട്ട് എന്തെങ്കിലും ചവയ്ക്കാനോ കുടിക്കാനോ പുകവലിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാനോ ഒന്നും പാടില്ല. Laboratory glassware should never be used as food or beverage containers. കണ്ടോ, ഇനി ലബോറട്ടറിയിലെ ഗ്ലാസ് വെയർസ് ഇല്ലേ, ലാബിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ, ഗ്ലാസ് വെയറുകള്, അതൊരിക്കലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മള് ഡ്രിങ്ക്സ് കുടിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ലാബിലെ ഗ്ലാസ് വെയർസ് നമ്മൾ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അത് കുടിക്കാൻ, അതിലെ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കരുത്. Then always put on suitable clothing. Chemically resistant lab coats or aprons are suggested. ഇനി എങ്ങനെയാണ് ലാബില് വർക്ക് ചെയ്യുന്നവര്, നിങ്ങൾക്ക് കണ്ടറിയാം, നമ്മുടെ നോർമൽ ഡ്രസ് ഇട്ടിട്ടാണോ അവര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ നോർമൽ ഡ്രസ് അല്ലല്ലോ അവരിടുന്നല്ലേ, അവരെന്താണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ് ആണ്. ലാബിൽ അവർക്ക് യൂണിഫോം ഉണ്ട് അല്ലെ, ലാബ് കോട്ടുകൾ ഉണ്ട്. ക്ലോത്തിങ്
അതിന് ലാബ് കോട്ടുകൾ അല്ലെ. ഓൾവേസ് പുട്ട് ഓൺ സ്യൂട്ടബിൾ ക്ലോത്തിങ്. അതിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ക്ലോത്തിങ് ആണ് അവർ ധരിക്കുന്നത്. എങ്ങനെയായിരിക്കണം? കെമിക്കലി റെസിസ്റ്റന്റ് അല്ലെ. കെമിക്കൽ റെസിസ്റ്റ് ചെയ്യുന്ന, അതൊക്കെ വേറെ ഇതിൽ നിന്നൊക്കെ തടയുന്ന രീതിയിൽ അല്ലെ, വേറെ ദോഷങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലാബ് കോട്ടുകളായിരിക്കണം അവര് ധരിക്കേണ്ടത്. ഓർ അപ്രോൺസ്. അപ്രോൺസ് എന്ന് വെച്ചാൽ ഓവർ കോട്ട് അല്ലെ, ഉപരിവസ്ത്രം. നമ്മുടെ നോർമൽ ഡ്രസ്സ് അതിന്റെ മുകളിൽ അവർ ഈ ഡ്രസ്സും കൂടി ധരിക്കണം. ഓർ അപ്രോൺ ആർ സജസ്റ്റഡ്. അതാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത്. Clothing chemically resistant lab coat or aprons are suggested. Or coat പോലെ ഇല്ലേ, അത് ധരിക്കണം. Handle needles, syringes and other sharp with utmost care. Utmost എന്ന് പറഞ്ഞാൽ എന്താണ്? അതീവ ശ്രദ്ധയോടുകൂടി. ഇങ്ങനെ നീഡില്, സിറിഞ്ച്, മറ്റുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഉപകരണങ്ങള്, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. Handle needles, syringes and other sharp with the utmost care. കൂടുതൽ കെയറോട് കൂടി തന്നെ അത് കൈകാര്യം ചെയ്യണം. ഇനി അടുത്ത് നോക്കിയേ, compressed gas cylinder should be secure to prevent them from being knocked over. compressed gas cylinder, ഇനി ഗ്യാസ് സിലിണ്ടറുകൾ സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. ഗ്യാസ് സിലിണ്ടർ എന്താണ്? സെക്യൂർ ആയിട്ട് വെക്കണം. ടു പ്രിവെന്റ് ദം ഫ്രം ബീങ് നോക്ക്ഡ് ഓവർ. എന്താ? പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ അല്ലെ, അത് തമ്മിൽ കൂട്ടിമുട്ടരുത്. ഗ്യാസ് സിലിണ്ടേഴ്സ് തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടരുത്. അതിനെ എന്താണ്? സെക്യൂർ ആക്കി വെക്കണം. അത് പരസ്പരം കൂട്ടിമുട്ടുന്നത് തടയുന്ന രീതിയിൽ അത് സുരക്ഷിതമായിട്ട് ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കണം. എനിക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതിനകത്ത് 10 മൊഡ്യൂളാന്ന് തോന്നുന്നു. നമുക്ക് ഈ കെമിക്കൽ 4th മൊഡ്യൂളില് ഗ്യാസുകൾ പഠിക്കാറുണ്ട് കേട്ടോ. അവിടെ ഓക്സിജൻ, നൈട്രജൻ, എല്ലാ ലാബിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഗ്യാസുകൾ കേട്ടോ. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഗ്യാസ് സിലിണ്ടേഴ്സ് പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ, കൂട്ടിമുട്ടുന്നതിനെ തടയുന്ന രീതിയിൽ അത് സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇൻ ദ കെയർ ഓഫ് ക്ലിനിക്കൽ സ്പ്ലാഷിംഗ് ഇൻ ടു യുവർ ഐ ഓർ your skin, immediately flush the affected area. Flush എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് ശുദ്ധീകരിക്കുക. അപ്പൊ നമ്മള് എന്തെങ്കിലും കണ്ണിലേക്കോ അല്ലെങ്കിൽ സ്കിന്നിലേക്കോ എന്തെങ്കിലും കെമിക്കൽസ് തെറിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ആ അഫക്റ്റഡ് ഏരിയ, കണ്ണിലാണെങ്കിലോ മേത്താണെങ്കിലോ അതെന്ത് ചെയ്യണം? ഫ്ലഷ് ദ അഫക്റ്റഡ് ഏരിയ എന്ന് വെച്ചാൽ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ അത് വെള്ളം ഒഴിച്ച് കഴുകുക, ശുദ്ധീകരിക്കുക. ആ അഫക്റ്റഡ് ഏരിയ, ഏത് ഏരിയയിലാണോ വീണത് കെമിക്കൽസ്, അത് ആ ഏരിയ വെള്ളം ഒഴിച്ച് തന്നെ കഴുകുക. വിത്ത് റണ്ണിങ് വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് 20 minutes. എത്ര സമയം? അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് എങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. ദെൻ ഓർ ഐ വാഷ് ഫെസിലിറ്റി, കണ്ണാണെങ്കിൽ ഐ വാഷ് ഫെസിലിറ്റി ഉപയോഗിക്കുക. അപ്പൊ അത്രയാണ് നമ്മൾ സേഫ്റ്റി കാര്യങ്ങൾ പറഞ്ഞിട്ട്. ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ഇത് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക, വായിച്ച് മനസ്സിലാക്കി വെക്കുക. കോൺസെപ്റ്റ് ബൈഹാർട്ട് ചെയ്യണ്ട, നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ആ പോയിന്റ്സ് തന്നെ നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ അതിനകത്ത് വേറെ പ്രത്യേകം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണില്ല. പിന്നെ അവിടെ നമ്മൾ കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട് അല്ലെങ്കിൽ അപ്രോൺസ് ആണ് സജസ്റ്റ് ചെയ്യണേ. സ്യൂട്ടബിൾ ക്ലോത്തിങ് അത് വേണ്ടി അണ്ടർലൈൻ ചെയ്യണം. അതാണ് ഞാൻ ഹസീന വന്നത്. പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി. പിന്നെ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ അറ്റ്മോസ്റ്റ് കെയർ, അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. പിന്നെ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ സെക്യൂർ ആക്കുക. എന്താണ്? പരസ്പരം അവർ കൂട്ടിമുട്ടുന്നത് തടയുന്ന രീതിയിൽ സെക്യൂർ ആക്കി സുരക്ഷിതമായിട്ട് വെക്കുക. ഓക്കെ, ജസ്റ്റ് പോയിന്റ്സ് നോക്കുക കേട്ടോ. അത് വായിച്ചു നോക്കുക. വേറെ അങ്ങനെ അണ്ടർലൈൻ ചെയ്യണ്ട, പോയിന്റ്സ് തന്നെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇനി അടുത്തതാണ് സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന, ഉപയോഗിക്കുന്ന സൈനുകളും സിംബലുകളും. സൈൻസ് ആൻഡ് സിംബൽ യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. ലാബില് യൂസ് ചെയ്യുന്ന സൈനുകളും സിംബലുകളും.
എന്തൊക്കെയാണ്? ഇത് ആ സിംബലുകൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, ഇതിൽ ഏതെങ്കിലും ഒരു സിംബൽ തന്നിട്ട് അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. ഇത് താഴെ കൊടുത്തേക്കുന്നത് ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൈനുകളും സിംബലുകളും ആണ്. എന്തിനു വേണ്ടിയാ? ആക്സിഡൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ഈ ലാബിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് അവയർനെസ് കിട്ടുന്നതിന് വേണ്ടി വെക്കുന്ന സിംബലുകളാണ് ഇത്. ഓരോ സിംബലുകളും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അത് മാത്രം നോക്കാം കേട്ടോ. ടു റെഡ്യൂസ് ആക്സിഡൻസ് ഇൻ ദ ലബോറട്ടറി ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് കമ്പൽസറി ടു യൂസ് സൈൻസ് ആൻഡ് സിംബൽസ് ഇൻ ദ ലബോറട്ടറി. ലാബിൽ ഉണ്ടാകുന്ന ആക്സിഡൻസിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ സിംബൽസ് ആൻഡ് സയൻസ് ലാബില് കമ്പൽസറി നിർബന്ധമായിട്ട് ഇത് ഉപയോഗിക്കണം. ഈ സിംബലുകൾ ലാബില് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ലാബിൽ ഉണ്ടാകുന്ന ആക്സിഡൻസിനെ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, to reduce the accidents in the laboratory, it has been made compulsory to use signs and symbol in the laboratory. Okay. ലാബിൽ ഉണ്ടാകുന്ന ആക്സിഡൻസ് അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലബോറട്ടറിയിൽ ഈ താഴെ പറയുന്ന സൈനുകളും സിംബലുകളും നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇനി ഏതൊക്കെയാന്ന് നോക്കിയേ, ഓരോ സിംബലുകളാണ് കേട്ടോ അവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ? അതിനകത്ത് ഇൻഫ്ലേമബിൾ ഒന്നാമത്തെ കണ്ടോ? ഒന്നാമത്തെ എന്താ? ഡേഞ്ചർ. അതിന് താഴെ എഴുതിയിട്ടുണ്ട് ഇൻഫ്ലേമബിൾ. ആ ഇത് കണ്ടു കഴിഞ്ഞാൽ ജ്വലിക്കുന്ന ആണ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ഫയർ, ഒരു തീയിടിയാണ് ആ കാണിച്ചേക്കുന്നത്. കണ്ടോ? ഇൻഫ്ലേമബിൾ, അത് കത്തുപിടിക്കാൻ സാധ്യതയുള്ളതാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഫ്ലേമബിൾ. ദെൻ അടുത്ത് നോക്കിയേ, ഹാംഫുൾ. ഒരു ക്രോസ് ചിഹ്നം കണ്ടോ? അതെന്തിനാ? ഹാംഫുൾ ആയിട്ടുള്ള, നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ്, ഹാംഫുൾ ആണ്. അടുത്ത് നോക്കിയേ, കൊറോസീവ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ നാശം ഉണ്ടാക്കുന്ന കേട്ടോ, നശിപ്പിക്കുന്നതാണ്, നശിപ്പിക്കുന്ന. ഓക്കെ, പാർവതിയുടെയും മീനിങ് ഇട്ടിട്ട് കൊറോസീവ് എന്ന് പറഞ്ഞാൽ നാശം ഉണ്ടാക്കുന്ന. സൾഫ്യൂരിക് ആസിഡ് അല്ലെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മേത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നാശം ഉണ്ടാക്കാം, അല്ലെ? കയ്യിലേക്കൊക്കെ വീണ് കഴിഞ്ഞാലും ഒക്കെ അതൊക്കെ നമുക്ക് എന്താ? നാശം ഉണ്ടാക്കുന്നതാണ് കൊറോസീവ് എന്ന് പറയുന്നത്, നശിപ്പിക്കുന്ന. അടുത്തതാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ദോഷങ്ങൾ, കറണ്ട് സംഭവങ്ങളില്ലേ, അത് അങ്ങനെ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആണ്. അവിടെ പിടിക്കാൻ പാടില്ല, ടച്ച് ചെയ്യരുത്. ഓക്കെ, ഇലക്ട്രിക്കൽ ഹസാർഡ് കാണിക്കുന്ന സിമ്പിൾ ആണത്. അടുത്ത് നോക്കിയേ, പോയിസൺ ആണ്. പോയിസൺ സിമ്പിൾ നോക്കാം, പോയിസൺ. അടുത്തത് റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. എക്സ്പ്ലോർ ചെയ്യാനുള്ള, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ഫോടനം, എക്സ്പ്ലോഷന് സാധ്യതയുണ്ട്. റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. അത് ടച്ച് ചെയ്യരുത്, അങ്ങോട്ടേക്ക് പോകരുത്, അത് പൊട്ടിത്തെറിക്കാനുള്ള, സ്ഫോടനത്തിനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് ബയോ ഹസാർഡ്സ്, ജൈവ അപകടം, ബയോ ഹസാർഡ്സ്. അടുത്തതാണ് റേഡിയേഷൻ ഹസാർഡ്. റേഡിയേഷൻ ഹസാർഡ് ആണ് കാണിച്ചിരിക്കുന്നത്. റേഡിയേഷൻസ് ഉണ്ട്, അങ്ങനെ പോകാൻ പാടില്ല. ഓക്കെ, റേഡിയേഷൻ ഹസാർഡ്. വിയർ ഗ്ലൗസ്. പണം തന്നെ കണ്ടറിയാം, ഗ്ലൗസ് ധരിക്കുക, വിയർ ഗ്ലൗസ്. ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ. ഫേസ് കവർ ചെയ്യുന്ന മാസ്കുകൾ ധരിക്കുക. ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, അല്ലെ? അടുത്ത നോക്കിയേ, നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അല്ലെ? വെള്ളവും തന്നിട്ടുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് അലൗ ചെയ്തിട്ടില്ല. നമുക്ക് അവിടെ അലൗഡ് അല്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്, അവിടെ അനുവദിക്കുന്നില്ല. അടുത്തത് നോക്കി, അടുത്തത് എന്താ? തന്നിട്ടില്ല കേട്ടോ. എന്തിനാ കാണിക്കുന്നത്? എഴുതിയിട്ടില്ല, അത് സിമ്പിള് മാത്രമേ തന്നു. ഓക്കെ, വെരി ഗുഡ്. എന്താ? നോൺ സ്മോക്കിംഗ്. പണം കണ്ടറിയാം, അല്ലെ? സിഗരറ്റിന്റെ ഇത് തന്നിട്ട് ഇത് ഇട്ടേക്കുന്നത്. നമ്മൾ പാർക്കിങ്ങിന്റെ ഒക്കെ നോ പാർക്കിംഗ് എഴുതൂലേ? പിന്നിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നോ പാർക്കിംഗ് എന്നല്ലേ? അതുപോലെ സ്മോക്ക് ചെയ്യാൻ പാടില്ല. അതായത് എന്താ? നോ സ്മോക്കിംഗ്. അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, നോ സ്മോക്കിംഗ്. സിഗരറ്റിന്റെ പടം അവിടെ കത്തിച്ചു വെച്ചേക്കണേ, അല്ലെ? അത് ചെയ്യാൻ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ പാടില്ല. നോ സ്മോക്കിംഗ്, നോ സ്മോക്കിംഗ്, നോ സ്മോക്കിംഗ്, നോ സ്മോക്കിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻഫ്ലേമബിൾ, ഹാംഫുൾ,
കൊറോസീവ് എന്ന് പറഞ്ഞാൽ നാശം ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ ഹസാർഡുകൾ കാണിച്ചേക്കുന്ന പോയിസൺ ആണ്, എക്സ്പ്ലോഷന് സാധ്യതയുണ്ട്, ബയോ ഹസാർഡ്സ് ആണ്, റേഡിയേഷൻ ഹസാർഡ് ആണ്. ഗ്ലൗസുകൾ ധരിക്കണം, ഫുൾ ഫേസ് മാസ്ക് ധരിക്കണം. ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്, നോട്ട് അലൗഡ്, നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്, ഫുഡോ ഡ്രിങ്ക്സോ അലൗ ചെയ്യുന്നില്ല. നോ സ്മോക്കിംഗ്. ഓക്കെ, ആദ്യം ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ. നമ്മുടെ ലാബ് എന്ന് പറഞ്ഞ ലബോറട്ടറി സെക്ഷന്റെ ഇതാണ് കേട്ടോ. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ്? ഒരു ലാബ് മാനേജറിന്റെ ജോലിയില് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹം ചെയ്യേണ്ടത്? ലാബ് മാനേജറിന്റെ ആണ് കേട്ടോ. വാട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ്? ഒരു ലാബ് മാനേജറിന്റെ ജോലിക്ക് കോമൺ ആയിട്ട് സാധാരണ വേണ്ട റെസ്പോൺസിബിലിറ്റി. ഇതും എത്രയാണ്? കുറേ പോയിന്റ്സ് ഉണ്ട്, 18, 19 പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സുകള് ബൈഹാർട്ട് ചെയ്യണ്ട. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ, അത്രയും മതി കേട്ടോ. ഓക്കെ, മിക്കതും തന്നെ നമുക്ക് ലാബ് എന്നുള്ള ഒരു ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എങ്കിലും ലാബുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ഒന്നാമത് നോക്കി, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അവിടെ ഹൂ എന്ന് പറഞ്ഞ് ചോദിച്ചാലും ആരാണ്? ലാബ് മാനേജർ ആണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി തന്നിട്ട് റെസ്പോൺസിബിലിറ്റി ഈസ് ദിസ്, ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ചോദിച്ചാലും നമ്മൾ എഴുതാൻ പാകത്തിന് പഠിക്കണം കേട്ടോ. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ്. ഔട്ട്ലൈൻ രൂപരേഖ തയ്യാറാക്കുക, എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക, സൂപ്പർവൈസ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക. എന്തിനെ? ലബോറട്ടറിയിലെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം, നല്ല ഗുണമേന്മയുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം, അതിനൊരു രൂപരേഖ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക. ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് തന്നെ പറയുമ്പോ അറിയാം ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓരോന്നും ക്ലിയർ ആക്കി തന്നെ പോവാട്ടോ. ഇനി അടുത്ത നോക്കിയേ, കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെനെവർ നീഡഡ്. അതെന്താ? നഴ്സിംഗ് മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ടൊക്കെ ആവശ്യമുള്ളപ്പോഴെല്ലാം കോണ്ടാക്ട് ചെയ്യുക. വെനെവർ നീഡഡ്, ആവശ്യമുള്ളപ്പോഴെല്ലാം ലാബിലെ നഴ്സിംഗ്, അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുക. ഈ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ലാബിലെ ഗുണനിലവാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ലാബിലെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ നടപ്പിലാക്കുന്ന ഒരു കൂട്ടം നയങ്ങള്, പോളിസി, പ്രൊസീജിയർ, അതൊക്കെയാണ് കേട്ടോ. സിസ്റ്റം, സമ്പ്രദായങ്ങൾ, ഇതൊക്കെയാണ് ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം, ആ കാര്യങ്ങളൊക്കെയാണ് ലാബിലെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോളിസി, പ്രൊസീജിയർ ആൻഡ് സിസ്റ്റം, സമ്പ്രദായങ്ങളൊക്കെയാണ്. അപ്പൊ ആ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമിനെ, അതിനെ രൂപരേഖ തയ്യാറാക്കുക, അതിനെ നടപ്പിലാക്കുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് എന്താ? കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെനെവർ നീഡഡ്. ആവശ്യമുള്ളപ്പോഴെല്ലാം നഴ്സിംഗ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെനെവർ നീഡഡ്. ആവശ്യമുള്ളപ്പോഴെല്ലാം നഴ്സിംഗ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവരുമായിട്ട് എന്ത് ചെയ്യുക? കോണ്ടാക്ട് ചെയ്യുക. Contact with the nursing and other hospital staff whenever needed. ആവശ്യമുള്ളപ്പോഴെല്ലാം നഴ്സിംഗ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അടുത്ത നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇംപ്ലിമെന്റ് പോളിസി ആൻഡ് പ്രൊസീജിയർ കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നടപ്പിലാക്കുക. ഇംപ്ലിമെന്റ് എന്തെന്ന്
പോളിസി ആൻഡ് പ്രൊസീജിയർ. ഏതുമായി ബന്ധപ്പെട്ട്? കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. ലാബിലെ പ്രത്യേക ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസി പ്രൊസീജിയർ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. പ്രത്യേക ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന ലാബിലെ പോളിസി പ്രൊസീജിയേഴ്സ് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. അടുത്ത നോക്കിയേ, അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക. അസസ് ചെയ്യുക, വിലയിരുത്തുക. അസസ്, വിലയിരുത്തുക. ഒബ്സർവ്, ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിരീക്ഷിക്കുക. ട്രാക്ക്, ട്രാക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ പിന്തുടരുക. ആൻഡ് ട്രെൻഡ്, വിലയിരുത്തുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്ത് വിലയിരുത്തുക എന്നുള്ള കേട്ടോ, പിന്തുടർന്ന് വിലയിരുത്തുക. ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്, ടെക്നിക്കൽ ആയിട്ടുള്ള എംപ്ലോയി സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇതെല്ലാം വിലയിരുത്തുക, അതിനെ നിരീക്ഷിക്കുക, പിന്തുടർന്ന് അതിനെ വിലയിരുത്തുക. ഓക്കെ, ഇത് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അടുത്ത നോക്കിയേ, അറേഞ്ച് on-site training for new and existing staff members. On-site training ഇപ്പൊ നിലവിലുള്ളതും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. ഓൺ-സൈറ്റ് ട്രെയിനിങ് ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്, അതിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങള് അറേഞ്ച് ചെയ്യുക. On-site training for new and existing staff members. പുതിയതും നിലവിലുള്ളതുമായിട്ടുള്ള സ്റ്റാഫിന് ട്രെയിനിങ്ങിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങള് അതെല്ലാം ചെയ്യുക. അടുത്തൊക്കെ, ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻ. ഡിസ്ചാർജ് ചെയ്യുക, നിർവഹിക്കുക. ഡിസ്ചാർജ്, നിർവഹിക്കുക. അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്, അസൈൻ ചെയ്തിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് എന്തിനു വേണ്ടി? ഇൻ സപ്പോർട്ട് ഓഫ് ദ ലബോറട്ടറി ഓപ്പറേഷൻ, ലാബിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുക. അപ്പൊ ലാബിൽ ഓൾറെഡി ചെയ്യുന്നതിന് പുറമെ ലാബിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുക. ഓക്കെ, അടുത്ത നോക്കിയ ഏഴാമത്തെ പോയിന്റ്, എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക, വിപുലീകരിക്കുക, എക്സ്പാൻഡ് ചെയ്യുക. എന്താ? കസ്റ്റമർ സർവീസ്, കസ്റ്റമർ സർവീസ് വിപുലീകരിക്കുക. ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ, എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ ഉൾക്കൊള്ളുന്ന കസ്റ്റമർ സർവീസിനെ എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക. അടുത്ത നോക്കിയേ എട്ടാമത്തെ, മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ വിപുലീകരിക്കുക. എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക, വിപുലീകരിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. കസ്റ്റമർ സർവീസ് കുറച്ചും കൂടി വികസിപ്പിക്കുക. ഓക്കെ, എക്സ്റ്റെൻഡ് എന്നാണ് ഞാൻ അതിന്റെ പറഞ്ഞതാണ്, എക്സ്പാൻഡ് എന്ന് പറഞ്ഞ കേട്ടോ. എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്, വികസിപ്പിക്കുക, വിപുലീകരിക്കുക. ഓക്കെ, അതായത് കസ്റ്റമർ സർവീസ്, ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമർ സർവീസ് കുറച്ചും കൂടി വിപുലീകരിക്കുക. അടുത്തതൊക്കെ, മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡേറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡേറ്റ, ലാബിലെ ഡേറ്റാസിന്റെ കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുക. ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്, അനുയോജ്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ്, റിസൾട്ട് റിപ്പോർട്ട് കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തുക. ലബോറട്ടറി ഡേറ്റാസിന്റെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ അതിന്റെ റിസൾട്ട് അല്ലെ, റിസൾട്ട് റിപ്പോർട്ട് ഇതെല്ലാം കറക്റ്റ് ആക്കിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിംഗ് ഇതെല്ലാം ഉറപ്പുവരുത്തുക. അതൊക്കെ നമുക്ക് വായിക്കുമ്പോ അറിയാം, ലബോറട്ടറിയിൽ കാണുമ്പോ തന്നെ ഏകദേശം അറിയാം അല്ലെ. അടുത്ത നോക്കിയ ഒമ്പതാമത്തെ, റിലീസ് സാമ്പിൾ ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേണറൗണ്ട് ടൈം.
റിലീസ് സാമ്പിൾ ടു ലബോറട്ടറി സ്റ്റാഫ്. ലബോറട്ടറി സ്റ്റാഫിന് സാമ്പിളുകൾ റിലീസ് ചെയ്യുക. റിലീസ് സാമ്പിൾ ടു ലബോറട്ടറി സ്റ്റാഫ്. ലബോറട്ടറി സ്റ്റാഫിന് സാമ്പിള് റിലീസ് ചെയ്യുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ത് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൗണ്ട് ടൈംസ്. ഡ്യൂ ഡേറ്റ് അല്ലെ, നിശ്ചിത ഒരു തീയതി, അതുപോലെ തന്നെ നമ്മള് അതിന്റെ ടേൺ അറൗണ്ട് ടൈംസ്, ഡ്യൂ ഡേറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുക, അത് കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പിള് ലബോറട്ടറി സ്റ്റാഫിന് റിലീസ് ചെയ്യുക. അത് ഷോർട്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് പറഞ്ഞാലും മതി. ഇനി അവിടെ ഒരു ഇത് പറഞ്ഞത് ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാമ്പിള് സ്വീകരിക്കും, ലാബിലേക്കുള്ള സാമ്പിള് റിസീവ് ചെയ്തതിന് ശേഷം അത് റിസൾട്ട് നമ്മൾ കൊടുക്കാൻ എടുക്കുന്ന ടൈമിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. നമ്മള് ആ സാമ്പിള് നമ്മൾ റിസീവ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം. പിന്നെ ഡ്യൂ ഡേറ്റ്സ്, എന്നത്തേക്കാണ് ആ ഡേറ്റ്, ആ തീയതി, ഇതെല്ലാരും എന്താണ് അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ആ സാമ്പിള് സ്വീകരിച്ച് നമ്മളത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന്റെ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് ടേൺ അറൗണ്ട് ടൈം. 10 പോയിന്റ് ആണ് നമ്മളിപ്പോ നോക്കിയത് കേട്ടോ. അല്ലെ, 10 9. ഏകദേശം ഒരു നടുക്ക് കണ്ട് പറഞ്ഞതാണ്. പെട്ടെന്ന് വായിച്ചു നോക്കി അത്രയും, എന്നിട്ട് ബാക്കിയത് നമുക്ക് നോക്കാം. 9 പോയിന്റ്സ് വരെ കേട്ടോ പറഞ്ഞേക്കണേ. റിലീസ് സാമ്പിള് വരെ, എന്നിട്ട് നമുക്ക് ബാക്കിയിട്ട് നോക്കാം. ഇത്രയും ഓക്കെ ആണോ നോക്കട്ടെ. ഈ 10ാമത്തെ പോയിന്റ് ഒഴികെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതിന്റെ ഒരു ഔട്ട്ലൈൻ, രൂപരേഖ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക, അതിന് മേൽനോട്ടം വഹിക്കുക. പിന്നെ അടുത്തത് നഴ്സിംഗ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവരുമായിട്ട് ആവശ്യമുള്ളപ്പോഴെല്ലാം കോണ്ടാക്ട് ചെയ്യുക. പിന്നെ സ്റ്റാഫ് ഈ നമ്മുടെ ലബോറട്ടറിയിലെ പ്രത്യേക ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള പോളിസി പ്രൊസീജിയർ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. പിന്നെ അടുത്തത് എന്താണ്? അസസ്, ഒബ്സർവ് ആൻഡ് ട്രാക്ക് ആൻഡ് ട്രെൻഡ്. അല്ലെ, അസസ് ചെയ്യുക, വിലയിരുത്തുക, നിരീക്ഷിക്കുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ് എന്ന് വെച്ചാൽ അതിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ അതിനെ വിലയിരുത്തുക. എന്ത്? ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, എംപ്ലോയീസിന്റെ, സ്റ്റാഫിന്റെ പെർഫോമൻസ് എല്ലാം. പിന്നെ അടുത്തത് പുതിയതായിട്ടുള്ളത്, നിലവിലുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഓൺസൈറ്റ് ട്രെയിനിങ്ങിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അടുത്തത് ഡിസ്ചാർജ് ചെയ്യുക, നിർവഹിക്കുക, അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുക. ഏതുമായി ബന്ധപ്പെട്ട്? അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻ. ലാബിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുക. പിന്നെ അടുത്തത് എന്താണ്? എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുക, വിപുലീകരിക്കുക. പിന്നെ അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡേറ്റ. അല്ലെ, അത് ഉറപ്പുവരുത്തുക. പിന്നെ അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്, അനുയോജ്യമായിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിംഗ്, ഇതെല്ലാം ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് സാമ്പിള് ലബോറട്ടറി സ്റ്റാഫിന് റിലീസ് ചെയ്യുക ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൗണ്ട് ടൈംസ്. ഡ്യൂ ഡേറ്റ്, ടേൺ അറൗണ്ട് ടൈം, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ 10th പോയിന്റ് നോക്കിയേ. ഗൈഡ് the handling and the resolution of complex issues and complaints. Guide the handling and the resolution of complex issues and complaints. Guide ചെയ്യുക, അതിനെ ഒന്ന് മേൽനോട്ടം വഹിക്കുക, ഗൈഡ് ചെയ്യുക.
ഗൈഡ് ദ ഹാൻഡ്ലിംഗ്, കൈകാര്യം ചെയ്യുക, ആൻഡ് റീസൊല്യൂഷൻ, എന്തിന്, കോംപ്ലക്സ് ഇഷ്യൂസ്, രാവിലെ സങ്കീർണമായിട്ടുള്ള ഇഷ്യൂസ്, കംപ്ലൈൻസ്, പരാതികള്, ഇതിനെയൊക്കെ എന്താ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഗൈഡ്, ഒരു മേൽനോട്ടം കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുക. ഹാൻഡിലിംഗ് ആൻഡ് റീസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂ ആൻഡ് കംപ്ലൈൻസ്, ലാബിൽ ഉണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇഷ്യൂസ്, കംപ്ലൈൻസ്, പരാതികള്, ഇതൊക്കെ അതിന് കൈകാര്യം ചെയ്യാനും അതിനൊരു സൊല്യൂഷൻ കാണാനുള്ള ഒരു ഗൈഡ്, അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങള് നൽകുക. അടുത്ത നോക്കിയേ, എൻഷുർ adherence with the federal, state and system regulations to provide the operations. Response. Okay, അതിന് മുന്നേ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, റെസ്പോൺസിബിൾ ഫോർ നമ്പർ ഇല്ലാത്ത ഫുൾ ഇങ്ങനെ നോട്ട് ഇട്ടല്ലേ കൊടുത്തേക്കണേ, അതുകൊണ്ട് മാറിപ്പോയിട്ടാട്ടോ. ആ പോയിന്റ് ഉണ്ട്, റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് ഓൾ ലാബ് ആൻഡ് labs on demand facility. Responsible, എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്. റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ദ ലാബ് ഓൺ ഡിമാൻഡഡ് ഫെസിലിറ്റി, ആ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ലാബിലെ എല്ലാ എംപ്ലോയീസും, ആ ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും ഉത്തരവാദിത്വം ആർക്കാണ്, ലാബ് മാനേജറിനാണ് പറഞ്ഞേക്കുന്നത്. Responsible for all employees who are working at all labs on demanded facility. ആ ഡിമാൻഡ് ചെയ്ത ആവശ്യാനുസരണമുള്ള അവർക്കുള്ള സൗകര്യങ്ങൾ നൽകാൻ ആ ലാബില് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെയും എല്ലാ എംപ്ലോയിനെയും അവർക്കുള്ള ഒരു ഉത്തരവാദിത്തം, അവരുടെ ഒരു മേൽനോട്ടാണ്. ഓക്കെ, അടുത്ത് നോക്കി, അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങള്, കാര്യങ്ങള് ഇതെല്ലാം ചെയ്തു കൊടുക്കുക, എല്ലാ സ്റ്റാഫിന്റെയും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്തം. അടുത്ത പോയിന്റ്, എൻഷുർ adherence with the federal, state and the system regulation to provide the operations. Then എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക, ഫെഡറൽ, സ്റ്റേറ്റ്, സിസ്റ്റം റെഗുലേഷൻസ്, ആ റെഗുലേഷൻ നിയന്ത്രണങ്ങള് എല്ലാരും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ലബോറട്ടറി നൽകുന്ന ആ പ്രവർത്തനങ്ങളില് ഫെഡറൽ, സ്റ്റേറ്റ്, സിസ്റ്റം റെഗുലേഷൻസ് എല്ലാരും പാലിക്കുന്നുണ്ട്. അഡ്ഹിയർ ചെയ്യുക എന്ന് വെച്ചാൽ പാലിക്കുക, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. അതായത് എല്ലാ നിയമങ്ങൾക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് ലാബിലെ പ്രവർത്തനങ്ങള്, അത് ഉറപ്പുവരുത്തുക. ലബോറട്ടറി നൽകുന്ന അവര് പ്രൊവൈഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങള് അതില് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തേക്ക്, അഷ്യൂർ compliances with the all corporate policy procedure in the laboratory. Complaints എന്ന് വെച്ചാൽ compliances എന്ന് വെച്ചാൽ പാലനം, പാലിക്കുന്നുണ്ട്, പാലിക്കുക. പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അഷ്യൂർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഉറപ്പുവരുത്തുക. എല്ലാ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയറും ലാബില് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ലാബില് എല്ലാ പോളിസി പ്രൊസീജിയേഴ്സും അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അഷ്യൂർ ചെയ്യുക. അടുത്ത enlarge the lab's research portfolio by helping to develop a new research project and proposal. പോളിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഈ നമുക്ക് ഒരു ഒരു ലാബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ഒരു സ്ഥാപനം നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന സാമ്പത്തിക ആസ്തികള്, അതിന്റെ നിക്ഷേപങ്ങള്, അതിന്റെയൊക്കെ ശേഖരം എന്നാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം കൈവശം വെച്ചിരിക്കുന്ന സാമ്പത്തിക ആസ്തികൾ, എത്രത്തോളം അവർക്ക് ആസ്തിയുണ്ട്, അതിലെ നിക്ഷേപ ഉപകരണങ്ങളുടെയൊക്കെ ശേഖരം, അതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ എന്താണ്? enlarge lab's research portfolio by helping to develop new research
പ്രൊജക്ട്സ് ആൻഡ് പ്രപ്പോസൽ, പുതിയ ഗവേഷണ പദ്ധതികള് അതുപോലെ തന്നെ നിർദ്ദേശങ്ങള് ഒക്കെ വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിലൂടെയൊക്കെ ലാബിന്റെ ആ പോർട്ട്ഫോളിയോ വലുതാക്കുക, എല്ലാം ചെയ്യുക. ദ ലാബ്സ് റിസർച്ച് പോർട്ട്ഫോളിയോ അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാണ് മതി. ലാബിലെ പോർട്ട്ഫോളിയോ എന്താണ്, അത് വികസിപ്പിക്കുക. പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൈവശം വെച്ചിരിക്കുന്ന ആസ്തികളുടെയും അതുപോലെ ഉപകരണങ്ങളുടെയും ഒക്കെ അതിന്റെ ഒരു ശേഖരം എന്നാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു ഹെൽപ്പിംഗ് ടു ഡെവലപ്പ് ന്യൂ റിസർച്ച് പ്രൊജക്ട് ആൻഡ് പ്രപ്പോസൽ, പുതിയ ഗവേഷണ പദ്ധതികളില് ഒക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലാബിലെ പോർട്ട്ഫോളിയോ അത് എന്ത് ചെയ്യുക, വികസിപ്പിക്കുക, എല്ലാം ചെയ്യുക. അടുത്ത സെറ്റ് അപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ, നിർദ്ദേശം അനുസരിച്ച് ലാബിലെ എല്ലാ റെക്കോർഡുകളും അതിനനുസൃതമായി തന്നെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക, പാലിക്കുക. നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എന്താണ്, ലാബിലെ എല്ലാ പോളിസി കാര്യങ്ങള് എല്ലാ റെക്കോർഡുകളും അതിൽ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ, നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് എല്ലാ ലബോറട്ടറി റെക്കോർഡും കീപ്പ് ചെയ്യുക, അത് തയ്യാറാക്കുക, കീപ്പ് ചെയ്യുക. അടുത്ത് നോക്കിയാൽ മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെക്ഷൻ. മേക്ക് ഷുവർ ദാറ്റ്, ഉറപ്പുവരുത്തുക, സപ്ലൈസ് എങ്ങനെയാണ്, സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെക്ഷൻ, ലാബ് സെക്ഷൻസിന് ആവശ്യമായിട്ടുള്ള ആ സപ്ലൈകള് അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക. Make sure that supplies are available as needed for lab section. ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് ലാബ് സെക്ഷനിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള അതിന് ആ സപ്ലൈകള് അതിന്റെ അവൈലബിലിറ്റി അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക. സപ്ലൈസ് എല്ലാം അവൈലബിൾ ആണോ അല്ലെ? ലാബിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നെങ്കിൽ അതിൽ ഓരോ സെക്ഷൻസിലും വേണ്ട അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം അല്ലെ? അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈകൾ അവൈലബിൾ ആയിരിക്കണം, ലഭ്യമായിരിക്കണം, എങ്കിലാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ആ സപ്ലൈസ് എല്ലാം ഉറപ്പുവരുത്തുക. അടുത്ത നോക്കി, സജസ്റ്റ് measures to enhance testing procedure, use of equipment and needs for new equipments. Suggest ചെയ്യുക, നിർദ്ദേശിക്കുക, സജസ്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. എന്താ? മെഷർ ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മെച്ചപ്പെടുത്തുക. ടെസ്റ്റിംഗ് പ്രൊസീജിയർ മെച്ചപ്പെടുത്തുന്നതിനുള്ള മെഷേഴ്സ്. യൂസ് ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം. ആൻഡ് നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്സ്, പുതിയ എക്യുപ്മെന്റ്സിന്റെ ആവശ്യകത. ഇതെല്ലാം എന്ത് ചെയ്യുക? നിർദ്ദേശിക്കുക. എന്നിവയൊക്കെ നമ്മൾ എൻഹാൻസ് ചെയ്യുക, മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇതെല്ലാം സജസ്റ്റ് ചെയ്യുക. ടെസ്റ്റിംഗ് പ്രൊസീജിയർ, യൂസ് ഓഫ് എക്യുപ്മെന്റ്സ്, നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്സ്. അതിനെയൊക്കെ എന്താണ്? മെച്ചപ്പെടുത്താനുള്ള നടപടികള്, മെഷേഴ്സ് നിർദ്ദേശിക്കുക. ഇതെല്ലാം എല്ലായിടത്തും ടെസ്റ്റിംഗ് പ്രൊസീജിയറിലാവട്ടെ, എക്യുപ്മെന്റ്സിന്റെ ഉപയോഗത്തിലാവട്ടെ, പുതിയ എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതകൾ, നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്സ്, അതിന്റെ ആവശ്യകതകൾ, ഇതെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള, മെച്ചപ്പെടുത്താനുള്ള നടപടികൾ, മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. അടുത്ത നോക്കിയേ, മോണിറ്റർ, അനലൈസ് and justify expense and revenue within department. മോണിറ്റർ ചെയ്യുക, എന്താ? നിരീക്ഷിക്കുക, മോണിറ്റർ. അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. ആൻഡ് ജസ്റ്റിഫൈ, ന്യായീകരിക്കുക. എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള റവന്യൂ, ആ വരുമാനം അല്ലെ? ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള വരുമാനം, അതിലെ ചെലവുകൾ, എക്സ്പെൻസ്, ഇതെല്ലാം എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്യുക, ന്യായീകരിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. ഒന്നുകൂടെ നിങ്ങൾ നോക്കിയത് നമ്മള് 10th പോയിന്റ് ഗൈഡ് തുടങ്ങിയുള്ളതൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ.
ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് അത് വായിച്ച് നോക്കിയിട്ട് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മള് ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഒക്കെ തന്നിട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാലും നമ്മുടെ എഴുതാൻ ഭാഗത്തിന് നോട്ട് ചെയ്ത് വെക്കാം. കുറെയൊക്കെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഓർത്തിരിക്കാം. ഓക്കെ ആണോ? ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയില്ലേ? ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ലേ? അല്ലേ? ഇപ്പൊ ആൻസർ കാണുമ്പോ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ അല്ലേ? 10ാമത്തെ പോയിന്റിൽ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? അത്രയും മതി. നമ്മൾ ആ പോയിന്റ്സ് കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കണം. കോംപ്ലക്സ് ഇഷ്യൂസ്, ലാബിലെ കംപ്ലൈൻസുകള്, ഇതിനൊക്കെ കൈകാര്യം ചെയ്യുക, അതിനുള്ള റിസൊല്യൂഷൻ, അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. പിന്നെ ലാബിലുള്ള എല്ലാ എംപ്ലോയീസും, ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ്, ഇതിനു വേണ്ടി ലാബിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. പിന്നെ അഷ്യൂർ ചെയ്യുക, ഉറപ്പുവരുത്തുക. Compliances with the all corporate policy procedure in the laboratory. കംപ്ലൈൻസ് പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ, പാലിക്കുക. കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയർ ഇതെല്ലാം ലാബിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ലാബിന്റെ റിസർച്ച് പോർട്ട്ഫോളിയോ അത് എല്ലാം ചെയ്യുക. അതെന്തിനു വേണ്ടിയാ? റിസർച്ച്, ഈ ലാബിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെ, റിസർച്ച് പ്രോജക്റ്റ്, പ്രപ്പോസൽസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന പോർട്ട്ഫോളിയോ അത് വികസിപ്പിക്കുക, എല്ലാം ചെയ്യുക. പിന്നെ നിർദ്ദേശം അനുസരിച്ച് തന്നെ അതിനനുസൃതമായിട്ട് ലബോറട്ടറിയിലെ എല്ലാ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, സെറ്റ് ചെയ്യുക. പിന്നെ അടുത്ത മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ദ ലാബ് സെക്ഷൻ. ഓരോ ലാബ് സെക്ഷനിലേക്കും ആവശ്യമായിട്ടുള്ള സപ്ലൈകള്, അതിന്റെ അവൈലബിലിറ്റി, അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക. പിന്നെ അടുത്ത എന്താണ്? സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ, യൂസ് ഓഫ് എക്യുപ്മെന്റ്, നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്സ്. ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ്, നടപടിക്രമങ്ങൾ സജസ്റ്റ് ചെയ്യുക. Last point, monitor, analyze and justify expense and revenue within the department. ആ ഡിപ്പാർട്ട്മെന്റിനുള്ളിലെ അതിനുള്ളിലുള്ള എക്സ്പെൻസ്, റവന്യൂ, വരുമാനം, ചിലവ്, ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോ ആ ചാപ്റ്റർ തീർന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പേജ് നമ്പർ 58, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. എത്രാമത്തെ ചാപ്റ്റർ നോക്കി? നമ്പർ 2nd മൊഡ്യൂളില് കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അപ്പൊ 52, നിങ്ങളുടെ 52 ആണ് അല്ലെ? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് 58 ആണ്. ചാപ്റ്റർ 9 ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അപ്പൊ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് അക്വയർ ചെയ്യുന്നത്? എവിടെ നിന്ന് വരുന്ന ഇൻഫെക്ഷനാ? ഹോസ്പിറ്റലിൽ നിന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ്, ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഇത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. നമ്മൾ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് അല്ലെ? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാം, അതിന് നമുക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നോ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ ഒക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം അല്ലെ? എന്നുവെച്ചാൽ നമുക്ക് ചുറ്റും ഒത്തിരി സൂക്ഷ്മാണുക്കള്, ജീവികളൊക്കെ ഇല്ലേ?
അല്ലെ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ നമ്മൾ ചെന്ന് ഇപ്പൊ നമ്മൾ വേറെ പേഷ്യൻസും ആയിട്ടൊക്കെയോ ഒക്കെ നമ്മൾ മിങ്കിൾ ചെയ്യുന്നു, സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ഒരാളിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാം. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നമുക്ക് ഇൻഫെക്ഷൻ ഇല്ല അല്ലെ, പക്ഷെ ഹോസ്പിറ്റലിലെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് അങ്ങനെ വരാൻ ഇതില്ല എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. നമുക്ക് പല പല റീസൺസ് പറയുന്നുണ്ട്. എപ്പോഴും സ്റ്റെറൈലായിട്ട് തന്നെ ഇരിക്കില്ലേ ഹോസ്പിറ്റൽ, എപ്പോഴും ചെയിൻ ഫ്രീ ആയിട്ട് തന്നെ വെക്കുകയാണ്. പല ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം. അതായത് നമ്മൾ കുറച്ച് നാള് യൂറിനൊക്കെ പോകാനായിട്ട് വേണമെങ്കിൽ ട്യൂബ് ഇടുകയാണെങ്കിൽ അല്ലെ, യൂറിൻ പോകാൻ ട്യൂബ് ഇടുമ്പോ കുറച്ച് നാളൊക്കെ ട്യൂബ് അധികം ഇടുന്നവർക്ക് ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരാം. അത് എവിടെ നിന്ന് വന്ന ഇൻഫെക്ഷനാ? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതല്ലേ. അപ്പൊ ഇത്രയുള്ള ആ ഒരു എന്താ പറയാ ഹെഡിങ് പറയുന്നത് പോലെ തന്നെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എവിടെ നിന്ന് അക്വയർ ചെയ്തതാണ്? ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. എ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നോസോകോമിയൽ ഇൻഫെക്ഷൻ തന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താന്നുള്ളത് ഇത് വരരുത്. എന്താ? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. Okay, hospital acquired infection is also known as nosocomial infection. Okay, the word nosocomial is derived from the Latin word nosocomion. Underline ചെയ്തേ. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. The word nosocomial is derived from the Latin word. ഏത് വേർഡിൽ നിന്നാ? ലാറ്റിൻ വേർഡ് nosocomion എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. The word nosocomial is derived from the Latin word nosocomion. നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. The word nosocomial is derived from the dash word. ഏത് വേർഡാ? നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡ് ആണ് നോസോകോമിയോൺ. Which means, ഇനി നോക്കി, നോസോകോമിയോൺ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ. മൂന്ന് കാര്യങ്ങളും അതിൽ നിന്ന് കൃത്യമാക്കി വെക്കുക കേട്ടോ. ക്ലിയർ ആക്കി പോണം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? നോസോകോമിയോൺ. ഇനി നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ. മൂന്ന് കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ, ഇനി നോക്കിയേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ is an infection that is occurred in hospital. എവിടെ നിന്ന് occur ചെയ്യുന്നതാണ്? ഹോസ്പിറ്റൽ or other health care facility. ഹോസ്പിറ്റലിൽ നിന്നോ മറ്റു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ ആകാം. ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നാകാം. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ്. So it is also called a health care associated infection. എന്താ പറയുന്നേ? മറ്റൊരു പേര് ഏതാണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയും. ഈ ഇൻഫെക്ഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നിന്നാ? ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും അല്ലെ, ആരോഗ്യ പരിചരണ സൗകര്യങ്ങള് നമുക്ക് ഹോസ്പിറ്റൽ അല്ലാതെ നമുക്ക് ഹെൽത്ത് കെയർ നൽകുന്ന ഫെസിലിറ്റി സൗകര്യങ്ങളില്ലേ, അവിടെ നിന്നും അക്വയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയറിൽ നിന്ന് അക്വയർ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. മൂന്ന് പേര് കിട്ടിയോ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇത് മൂന്നും ഒരു കാര്യത്തെ തന്നെയാണ് പറയുന്നത്. അതേഴ്സ് നെയിംസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലൊക്കെ തരാം, 1, 2, 3 ഒക്കെ തരാം. അപ്പൊ അത് മൂന്ന് പേരുകളും അവിടെ നോട്ട് ചെയ്ത് വെച്ചോണം. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. Such an infection may be acquired in hospital. ഇനി എവിടെ നിന്ന് വരാം നോക്കിയേ? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യാം. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പുനരധിവാസ കേന്ദ്രങ്ങള്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് പുനരധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വരാം, നേഴ്സിംഗ് ഹോമിൽ നിന്ന് വരാം,
ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്ന് വരാം, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ നിന്ന് വരാം, ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നും വരാം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ മേ ബി അക്വേർഡ് ഇൻ ഡാഷ്. എവിടെ നിന്നൊക്കെ വരാമെന്ന് പറഞ്ഞേ? ഹോസ്പിറ്റലിൽ നിന്നാകാം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് പുനരധിവാസ കേന്ദ്രങ്ങളിൽ നിന്നാകാം, നഴ്സിംഗ് ഹോമിൽ നിന്നാവാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നാവാം, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ നിന്ന് വരാം, ഓർ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ അക്വയർ ചെയ്യാം. Then infection is spread to the affected patient in a clinical settings by many means. പല മാർഗങ്ങളിലൂടെയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. അഫക്റ്റഡ് പേഷ്യന്റ് ടു ദ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, അതായത് ആ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് അല്ലെ നമുക്ക് പല രീതിയിലൂടെ ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്യാം. ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് പേഷ്യൻസിലേക്ക് പല രീതിയിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാം. അവിടെ നോക്കിയേ, ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഇനി ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളില്ലേ, അവരുടെ കൈകളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ വരാം, പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാം. ദ ഇൻഫെക്ഷൻ ഇസ് സ്പ്രെഡ് ടു ദ അഫക്റ്റഡ്. അത് പല രീതിയിൽ നിന്ന് വരാന്ന് പറഞ്ഞു അല്ലെ. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്ന് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻ പേഷ്യന്റിലേക്ക് വരാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ദിസ് ഇൻഫെക്ഷൻ. ഇനി ഹെൽത്ത് കെയർ സ്റ്റാഫും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒരു കാരണക്കാരാണ്. അവരിന്ന് എങ്ങനെയാ വന്നേ? ഡിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്. അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വന്നോടെ. അതല്ലേ നമ്മൾ CSSD പഠിച്ചത്? സ്റ്റെറിലൈസ് ചെയ്യണം. CSSD പഠിച്ചില്ലേ? നിങ്ങൾ പഠിച്ചോ? CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ല, പഠിച്ചിട്ടില്ല. വന്നേയുള്ളൂ കേട്ടോ. CSSD പഠിക്കാണ്ട്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അല്ലെ എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റ്സ്, അതായത് കണ്ടാമിനേറ്റഡ് ആയ എക്യുപ്മെന്റ്സ് എന്ന് വരാം. വെറ്റ് ലിനൻ, തലയിണകള്, അങ്ങനെയുള്ള ഇതിന് വരാം. ഓർ എയർ ഡ്രോപ്സ്, അല്ലെങ്കിൽ വായുതുള്ളികളിലൂടെ എയർ ഡ്രോപ്സിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. എയർ ഡ്രോപ്സ് എന്നാണ് ടെക്സ്റ്റ് ഒന്ന് നോക്കിയത്. എയർ ഡ്രോപ്സ്, ഡ്രോപ്ലെറ്റ്സ്, വായുതുള്ളികൾ. നമ്മൾ സംസാരിക്കുമ്പോഴേ എനിക്കിപ്പോ ഇൻഫെക്ഷൻ ഉണ്ട്, ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആ വായു കൂടെ അല്ലെ എന്റെ ഡ്രോപ്സ് കറക്റ്റ് ആണ് അല്ലെ. ഓക്കെ, എയർ ഡ്രോപ്സ്, എയർ ഡ്രോപ്സിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഹെൽത്ത് കെയർ സ്റ്റാഫിന് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു? അവർ ഉപയോഗിക്കുന്ന കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെറ്റ് ലിനനിൽ കൂടെ എയർ ഡ്രോപ്സിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. ആക്കിത്തെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യും കേട്ടോ. സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ അല്ലേ? എടുത്ത അത്രയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ.